കൊടകര ഉറക്കത്തിനിടെ പാമ്പ് കടിയേറ്റ് മരിച്ച അൽജോ വേദനയാവുകയാണ്. ഓരോ ദിവസവും നമുക്കറിയാം ചൂട് കൂടുകയാണ്. ചൂട് കൂടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതും പാമ്പുകളുടെ ആ ഒരു വരവ് തന്നെയാണ്. ചില പ്രത്യേക കാര്യങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേനൽ ചൂട് കടുത്തിരിക്കുകയാണ്. ആ അവസരത്തിൽ തണുപ്പ് തേടിയെത്തുന്ന പാമ്പുകളെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് സർപ്പവിദഗ്ധർ. ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനാണ് പാമ്പുകൾ പലപ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങൾ തേടുന്നത്. ഇത്തരത്തിൽ നമ്മുടെ വീടിനകത്തും ശുചിമുറികളിലൊക്കെ ഇവ എത്താനുള്ള സാധ്യത കൂടുതലാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ കടിയുമേൽക്കാം. ചൂടുകാലം എന്ന് പറയുമ്പോൾ പാമ്പുകളുടെ പ്രജനന സമയം കൂടിയായതിനാൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ കൂടുതലായി ഈ സമയത്ത് കാണാൻ സാധിക്കും. ഇനി കുഞ്ഞാണെങ്കിലും വിഷമുള്ളവയാണ്. ഇവ തങ്ങളുടെ ഒളിത്താവളം കണ്ടെത്താനായി തുടർച്ചയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ സഞ്ചരിക്കുന്ന പാമ്പിൻ കുഞ്ഞുങ്ങൾ വീടിനോട് ചേർന്നുള്ള ഇടങ്ങളിലോ തണുത്ത പ്രദേശങ്ങളിലോ താവളം കണ്ടെത്തും. സാധാരണയായി ജലസംഭരണികൾ, കുളിമുറികൾ, ഗോവണിപ്പടികൾ ഇങ്ങനെയുള്ള തണുത്ത ഇടങ്ങളിലാണ് പാമ്പുകൾ കയറിക്കൂടുക. കേരളത്തിൽ സാധാരണ കാണുന്ന മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി ഇതിന്റെ കുഞ്ഞുങ്ങളെയാണ് ഈ ചൂടുള്ള സമയങ്ങളിൽ കൂടുതലായും കാണുക. ശ്രദ്ധിക്കുക, വീടിനോട് ചേർന്നുള്ള വള്ളിച്ചെടികൾ, മരങ്ങൾ, പാമ്പുകൾ ഇതൊക്കെ അവയ്ക്ക് വീട്ടിനകത്ത് കയറിപ്പറ്റാനുള്ള ഒരു സാഹചര്യം ഒരുക്കും. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചത് 16 പേരാണ്. 2024-25 34 പേർ മരിച്ചു. തൃശ്ശൂരിൽ അമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരൻ മരിച്ചതാണ് ഈ വർഷത്തെ ആദ്യത്തെ കേസ്. അതേസമയം പാമ്പുകളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി വനം വകുപ്പ് ആവിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സർപ്പ ഉണ്ട്. ഇതുവഴി മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പാമ്പുകളെ പിടികൂടുന്നതിനായി 1600 പേരെയാണ് വനം വകുപ്പ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. ജില്ലയിൽ മാത്രം 250 സർപ്പ വോളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട പറയാം. ഇരുട്ടുന്നതിന് മുൻപ് വീടിന്റെ അകവും പുറവും നന്നായി ശ്രദ്ധിക്കുക. വാതിലുകളും ജനലുകളും സുരക്ഷിതമായി അടച്ചിടുക. പക്ഷികളെ വളർത്തുന്ന വീട്ടുകാർ അവയെ പ്രത്യേകം ശ്രദ്ധിക്കുക. മുറികളിൽ ബെഡ്ഷീറ്റുകൾ തട്ടി വിരിച്ച് കിടക്കുക. വീടിനോട് ചേർന്ന് പടരുന്ന ചെടികൾ ഒഴിവാക്കണം. വാതിൽ തുറന്നിടരുത്. ചുവരിനോട് ചേർന്നാണ് ഇഴജന്തുക്കൾ സഞ്ചരിക്കുന്നത്. നിർത്തിയിട്ട വാഹനങ്ങളിൽ കയറുന്നതിന് മുൻപ് അകം നന്നായി പരിശോധിക്കുക. ഹെൽമെറ്റ്, ഷൂസ്, ജാക്കറ്റ് എന്നിവ നന്നായി പരിശോധിച്ച ശേഷം ധരിക്കുക. പാമ്പുകൾ വളരെ അസ്വസ്ഥരാകുന്ന ഒരു സമയമാണ് ഈ ചൂടുകാലം എന്ന് പറയുന്നത്. പാമ്പിൻ കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞിറങ്ങുന്ന പാമ്പിൻ കുഞ്ഞുങ്ങൾക്ക് വലിയ പാമ്പുകളെക്കാൾ വിഷം കൂടുതലാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. വീടും പരിസരവും നന്നായി ശ്രദ്ധിക്കണം. ഇത് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്.